ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹെന്നാക്കോൺ റോൾ ചെയ്യുന്നതാട്ടോ. അതിനാദ്യം വേണ്ടത് സെല്ലോ ടാപ്പ് ഡിസ്പെൻസർ, പിന്നെ ഒരു പിന്ന്. സെല്ലോഫാൻ ഷീറ്റ് റോൾ ചെയ്യാൻ വേണ്ടി പിന്നെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വേണ്ടത് സെല്ലോഫാൻ ഷീറ്റ് ആട്ടോ. അത് കട്ട് ചെയ്ത സെല്ലോഫാൻ ഷീറ്റ് രണ്ടായിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് അതിനുള്ളിലോട്ട് ഈ സൂചി ഇറക്കി വെക്കാം കേട്ടോ. സൂചി കുറച്ച് താഴ്ത്തി വെച്ചതിന് ശേഷം വീണ്ടും റോൾ ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, റോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം റോൾ ചെയ്ത ആ ഭാഗം ഒന്ന് ബാക്ക് വശത്തോട്ട് വലിക്കണം. കുറച്ച് ബാക്ക് വശത്തോട്ട് വലിച്ചു പിടിക്കുക. അപ്പോൾ ആ സൂചി അവിടെ ടൈറ്റ് ആവും. അങ്ങനെയാണ് നല്ല തിന്നായിട്ട് നമുക്ക് വരക്കാൻ പറ്റട്ടോ. ഓക്കെ, എന്നിട്ട് റോൾ ചെയ്ത് കണ്ട് അതിൻ്റെ അറ്റഭാഗം എത്തുമ്പോൾ അവിടെ സെല്ലോ ടാപ്പ് ഒട്ടിക്കുക. ചെറിയ പീസ് ഒട്ടിച്ചിട്ട് അതിൻ്റെ തലപ്പത്തായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതൊന്നുകൂടെ റോൾ ചെയ്യുക. അതവിടെ നന്നായിട്ട് അമരണം കേട്ടോ. അങ്ങനെ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ സൂചി ഊരിടാം. എന്നിട്ട് ഊരി വെച്ചതിന് ശേഷം വേറൊരു സെല്ലോ ടാപ്പ് കഷ്ണം എടുത്തിട്ട് അതിൻ്റെ കുറച്ച് അടിയിലായിട്ട് ഒട്ടിക്കുക. കാരണം നമ്മൾ എണ്ണ പേസ്റ്റ് ആക്കുമ്പോൾ അത് അതിൽ നിന്ന് പുറത്തോട്ട് തള്ളി വരും. അതിനാണ് നമ്മൾ ടാപ്പ് ഒട്ടിക്കുന്നത് കേട്ടോ. സെല്ലോഫാൻ ഷീറ്റ് കട്ട് ചെയ്യുന്ന രീതി ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കാണണേ. ഇനി അടുത്ത വീഡിയോ ഞാൻ വരുന്നത് എണ്ണക്കോൺ ഉണ്ടാക്കുന്നതായിരിക്കും. അതിനുശേഷം എണ്ണ പേസ്റ്റ് കോണിൽ എങ്ങനെ നടക്കണം എന്നായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകളുടെ എണ്ണ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്കൊരു ഉപകാരമാവട്ടെ. പിന്നീട് നമ്മൾ നെയിൽക്കോണിൻ്റെ സെല്ലോഫാൻ ഷീറ്റ് എങ്ങനെ കട്ട് ചെയ്യണം, അത് എങ്ങനെ റോൾ ചെയ്യണം, ഈ നെയിൽക്കോൺസ് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ആയിരിക്കട്ടെ നമ്മളെ വീഡിയോ അടുത്തതായിട്ട് വരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് എണ്ണാക്കോൺ റോൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാനാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് സാവകാശം ചെയ്യാം. ഇത് ചെയ്താവുമ്പോൾ പ്രാക്ടീസ് ആകുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. ഇനി നിങ്ങൾക്ക് എണ്ണ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, ബട്ട് നിങ്ങളടുത്ത് അതിനുള്ള സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് അയക്കാം. ഇത് ഹെന്നാക്കോൺ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കട്ടോ. ഓക്കെ, അപ്പോൾ അത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.